ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. റോസ് വളർത്തുന്ന ഒട്ടുമിക്ക ആളുകളുടെയും പ്രധാന ഒരു പ്രശ്നമാണ് റോസ ചെടി ബുഷായിട്ട് നിൽക്കാതെ നീണ്ടു പോവുക. അതായത് ഈർക്കിൾ വണ്ണത്തിലുള്ള കമ്പുകളുണ്ടായിട്ട് ചെടി അങ്ങ് നീണ്ടു പോവുക. ഒന്നോ രണ്ടോ പൂക്കൾ മാത്രം ചെടിയിൽ പ്രത്യക്ഷപ്പെടുക. പിന്നീട് ചെടിയിൽ പ്രത്യേകിച്ച് ഒരു കാര്യമായിട്ടുള്ള പുരോഗതിയൊന്നും കാണാതെ ചെടി മുരടിച്ച് പോകാം. അപ്പോൾ ഈ ഒരു അവസ്ഥ നമുക്ക് എങ്ങനെ മറികടക്കാം, അല്ലെങ്കിൽ മറികടക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ഒരു കൊച്ചു വീഡിയോ ആണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു റോസാ ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് 3.5 ആഴ്ച 4 ആഴ്ച ഞാനായിട്ടുള്ളൂ തോന്നുന്നു ഇത് റീപോർട്ടിങ് ചെയ്തിട്ട്. അപ്പോൾ റീപോർട്ടിങ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇതിൽ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ റീപോർട്ടിങ് ചെയ്ത് നല്ല കെയർ കൊടുത്തപ്പം ഇതിൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ്, വളരെ അഗ്രസീവായിട്ട് ഈ ഒരു പ്ലാന്റ് വളർന്ന് നല്ല ഒരു ഹൈറ്റിലെത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു മെയിനായിട്ടുള്ള പ്രശ്നമാണ് ചെടിയിൽ ഈർക്കിൾ വണ്ണത്തിൽ കമ്പുകൾ ഉണ്ടാവുക, ചെടി ബുഷായിട്ട് പോകാതെ നീണ്ടു പോവുക. ഇത്രയും ഒരു വലുപ്പത്തിലെത്തിയ പ്ലാന്റ് ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഈ പ്ലാന്റിൽ കൊണ്ടുവരണം എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു മെയിനായിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടിയിൽ കുറേ ഡെഡ് വുഡുകളൊക്കെ ഉണ്ടായിരിക്കും. മുൻപ് നമ്മൾ പ്രൂണിങ് ചെയ്തതിൻ്റെ ബാക്കി പത്രമായിട്ട് കിടക്കുന്ന ഭാഗങ്ങൾ, അല്ലെങ്കിൽ ചെടിയിൽ നമ്മൾ റീപോർട്ടിങ് ചെയ്യുന്ന സമയത്ത് നല്ല പച്ചപ്പുണ്ടാകുന്ന കമ്പുകൾ പിന്നീട് ഉണക്ക് ബാധിച്ച് ഉണങ്ങി വരുന്ന ഭാഗങ്ങൾ, ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ റിമൂവ് ചെയ്യണം. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ്. അത്തരം കമ്പുകൾ, മോശം കമ്പുകളെല്ലാം നമ്മൾ ആദ്യം റിമൂവ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നോക്കേണ്ട കാര്യം ചെടിയിൽ എവിടെയെങ്കിലും ആരോഗ്യമില്ലാത്ത ശിഖരങ്ങൾ വന്നിട്ടുണ്ടോ നോക്കുക. നമ്മൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, പൂക്കളുണ്ടായി കിടക്കുന്ന ചില കമ്പുകളെല്ലാം അത്ര വലിയ ആരോഗ്യമില്ലാത്ത കമ്പുകളായിരിക്കും. അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളയാം. ചിലപ്പോൾ നമുക്ക് പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുന്ന കാണുമ്പോൾ കട്ട് ചെയ്ത് ഒഴിവാക്കാൻ ഒരു സങ്കടമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞാൽ അതിനേക്കാളും മനോഹരമായിട്ട് നമുക്ക് ഒത്തിരി പൂക്കൾ, നമ്മുടെ നല്ല ആരോഗ്യമുള്ള കമ്പുകൾ ഉണ്ടാവും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ അല്പം സങ്കടമൊക്കെ സഹിച്ചുകൊണ്ട് ഇത്തരം കമ്പുകളൊക്കെ നമ്മൾ മുറിച്ച് കളയാം. അപ്പം പൂക്കളൊക്കെ ഉണ്ടാകും, മുറിച്ച് കളയാൻ ബുദ്ധിമുട്ടുണ്ടായിട്ട് പിന്നീട് ഒരു ദിവസത്തേക്ക് മാറ്റി വെക്കുന്ന ഒരു പതിവൊക്കെ പലരും കാണിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ മാറ്റി വെക്കരുത്. പ്രൂണിങ് ചെയ്യുമ്പോൾ എല്ലാം ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ മറ്റൊരു ദിവസം പൂ വിരിഞ്ഞ് കഴിഞ്ഞ ശേഷം അത് പ്രൂണിങ് ചെയ്യാമെന്ന് വെച്ച് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഗ്രോത്ത് നമുക്ക് ഒരേ അളവിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഒരു ഭാഗം ഇന്ന് പ്രൂൺ ചെയ്ത് മറ്റേ ഭാഗം നമ്മൾ ഒരു ആഴ്ച കഴിഞ്ഞിട്ട് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിൻ്റെയും ഗ്രോത്ത് മാറ്റണം. അപ്പോൾ എല്ലാ ഗ്രോത്തും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അത് വല്ലാത്തൊരു പ്രശ്നമാണ്. പല ആളും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് കൂടിയാണത്. അപ്പോൾ നമ്മളെല്ലാ പ്രൂണിങ്ങും ഒരേ സമയം നമ്മൾ ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആരോഗ്യമില്ലാത്ത ശിഖരങ്ങളെല്ലാം റിമൂവ് ചെയ്ത് കളയാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം ടോപ്പ് വർക്കാണ്. നമ്മുടെ റോസിൻ്റെ മുകൾ ഭാഗത്ത് ആരോഗ്യമില്ലാത്ത ഒരു ഭാഗം തുടങ്ങുന്ന ഭാഗം ഉണ്ടല്ലോ, അതായത് ഈർക്കിൾ വണ്ണത്തിലേക്ക് ചെടി മാറുന്ന അല്ലെങ്കിൽ ശിഖരങ്ങൾ മാറുന്ന ആ ഒരു ഭാഗം വെച്ച് നമ്മൾ മുറിച്ച് കളയാം. ടോപ്പ് വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം, ചെടിയിൽ പൂക്കളും പൂമൊട്ടുകളും ഉണ്ടെന്ന് വെച്ച് നമ്മൾ മുറിക്കാതിരിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ മുറിച്ച് കളയാം. ഈ ഒരു ടോപ്പ് വർക്ക് ചെയ്യാൻ ഒരുപാട് മടിയുള്ള ആളുകളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടിയുടെ തലപ്പങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ ചെടി മുരടിച്ച് പോകുമെന്നാണ് ഒത്തിരി പേർക്ക് സംശയം. നമ്മൾ ഇതിൻ്റെ ഈ അഗ്രഭാഗം കട്ട് ചെയ്ത് കളയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ശിഖരങ്ങൾ അതിന് ചോട്ടുന്ന് പൊട്ടി മുളച്ചുണ്ടാവാൻ ചെടിക്കൊരു ടെൻഡൻസി ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ ഈ ഒരു മുകൾ ഭാഗം വളരാൻ വിട്ട് കഴിഞ്ഞാൽ ചെടി ഇങ്ങനെ നീണ്ടു പോകത്തേ ഉള്ളൂ. അതിൽ പ്രത്യേകിച്ച് ഒരു പുരോഗതി ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ടോപ്പ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ തലപ്പങ്ങ് കട്ട് ചെയ്ത് കളയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന് ഒരുപാട് തെഴുപ്പുകൾ ഉണ്ടാകാൻ വേണ്ടി ഒരു പ്രേരണ ഉണ്ടാവും. അപ്പോൾ ആ ഒരു പ്രേരണ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാതിൻ്റെയും തലപ്പങ്ങ് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തലപ്പ് കട്ട് ചെയ്ത ശേഷം നമ്മൾ അടുത്ത കാര്യം ചെയ്യേണ്ടത്, എപ്പോഴും ആളുകൾ വിട്ടുപോകുന്നൊരു കാര്യമാണ്, നമ്മളിതിന് മുകളിൽ ഏതെങ്കിലും ഫംഗിസൈഡ് നമ്മൾ പേസ്റ്റായിട്ട് തേച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിത് ഉപയോഗിച്ചിരിക്കുന്നത് സാഫാണ്. നിങ്ങൾ സാഫ് തന്നെ ഉപയോഗിക്കണമെന്നില്ല. നിങ്ങളുടെ വളം വിൽക്കുന്ന കടയിൽ ഏത് ഫംഗിസൈഡാണ് കിട്ടുന്നത് അത് മേടിക്കാം. ചിലപ്പം ബാവസ്റ്റിനായിരിക്കാം കിട്ടുന്നത്, അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് ആയിരിക്കാം, ചിലപ്പോൾ അതല്ലെങ്കിൽ ബോഡോ മിശ്രിതമായിരിക്കാം. ഇത് ഏതെങ്കിലും ഒന്ന് മേടിക്കുക. എന്നിട്ട് ഇത് നമ്മൾ അല്പം എടുത്തിട്ട് ഒരു 1/2 ടീസ്പൂണൊക്കെ മതി. നമ്മൾ അല്പം വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയ ശേഷം നമ്മൾ ഈ മുറിപ്പാളിലെല്ലാം തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ പലരും ചെയ്യാൻ മടിക്കുന്നൊരു കാര്യമാണ്. വീട്ടിൽ ചിലപ്പം ഫംഗിസൈഡൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ അതെടുത്ത് പേസ്റ്റ് ആക്കി പുരട്ടാനുള്ളൊരു മടി കാരണം പലരും ഇത് ചെയ്യാറില്ല. പക്ഷേ അത് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്നോ നാളെ ചെടി ഉണങ്ങിയിട്ടില്ലെങ്കിലും കുറേ കാലം കഴിയുമ്പോൾ ചെടിയിൽ ഉണക്ക് ബാധിച്ച് ചെടി നശിച്ചു പോകാൻ ഇതൊരു വലിയൊരു കാരണമായി മാറാറുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ടൊരു ഫുൾ ലെങ്ത് വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ഫംഗിസൈഡ് പുരട്ടിയ ശേഷം ബാക്കിയുള്ളത് നമ്മളൊരു വെള്ളത്തിൽ കലക്കിയ ശേഷം ഇതിൻ്റെ ചുവട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മണ്ണിൽ വേരിനെ ആക്രമിക്കുന്ന ഏതെങ്കിലും ഫംഗസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നശിച്ചു പോകാൻ
ഇത് ഏറെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ടോപ്പ് വർക്ക് ചെയ്ത ശേഷം ചെടി വെയിലത്ത് ഡയറക്റ്റ് വെക്കാതെ നമ്മൾ കുറച്ച് ദിവസം തണലത്ത് വെക്കുക. കുറച്ച് ദിവസം നമ്മൾ ഒരുപാടൊന്നും കൊണ്ടുവെക്കേണ്ട, ഒരു 4-5 ദിവസം നമ്മൾ തണലത്ത് വെച്ചാൽ മതി. ഒരുപാട് ദിവസം നമ്മൾ തണലത്ത് വെച്ച് കഴിഞ്ഞാൽ ചെടി ഒരു മുരടിച്ച ഒരവസ്ഥയിലേക്ക് മാറും. അപ്പോൾ അത് പാടില്ല. പുതിയ ശിഖരങ്ങളും അതുപോലെ തന്നെ പുതിയ ഗ്രോത്തൊക്കെ വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വെയിലത്ത് തന്നെ വെക്കണം. അപ്പോൾ നമ്മളൊരു 4 ദിവസം തണലത്ത് വെച്ച ശേഷം പിന്നെ നമ്മൾ വെയിലത്തോട്ട് മാറ്റുക. ഒരു 6 മണിക്കൂറോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വെയിൽ കിട്ടുന്ന സ്ഥലമാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വെക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട മെയിനായിട്ടുള്ള കാര്യം വളമാണ്. വളം കൊടുക്കാമെന്ന് പറയുമ്പോൾ നൈട്രജൻ കൂടുതലുള്ള വളം കൊടുത്തു കഴിഞ്ഞാൽ ചെടിയിൽ പുതിയ തളിർപ്പുകളൊക്കെ വളരെ പെട്ടെന്നുണ്ടാവും. അതിൻ്റെ ഗ്രോത്തും വളരെ പെട്ടെന്നായിരിക്കും. വളരെ അഗ്രസീവായിട്ട് ചെടി വളരെ പെട്ടെന്ന് തന്നെ പൊങ്ങിപ്പോവും. അപ്പം ഒരുപാട് ശിഖരങ്ങൾ ഉണ്ടാവാനും അതുപോലെ തന്നെ ഒരുപാട് എണ്ണമുള്ള തണ്ടുകൾ ഉണ്ടാവാനും നമുക്ക് പച്ചച്ചാണകവും അതുപോലെ കടലപ്പിണ്ണാക്കും ഇട്ട് പുളിപ്പിച്ച വെള്ളം ഉണ്ടല്ലോ, ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന്. ആ ഒരു വെള്ളം നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെർമി കമ്പോസ്റ്റ് ഒരു പിടി വെർമി കമ്പോസ്റ്റ് കൂടി ഈ ഒരു ഗ്രോ ബാഗിലിട്ട് സാവധാനം ഒന്ന് വേരുകൾക്ക് ഡാമേജ് പറ്റാത്ത രീതിയിൽ മണ്ണൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കുക. ഒരു 15 ദിവസം ആകുമ്പോഴേക്കും പുതിയ ചെനപ്പുകളൊക്കെ നല്ല വേഗത്തിൽ വരാൻ തുടങ്ങും. ഇങ്ങനെ പുതിയ ചെനപ്പുകളൊക്കെ വരാൻ തുടങ്ങി അത്യാവശ്യം വലുപ്പമെത്തി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിനെ കമ്പി കെട്ടിയിട്ട് അതിനെ കെയർ ചെയ്യണമെന്ന് ഞാൻ വരും വീഡിയോയിൽ മനസ്സിലാക്കി തരാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നാളെ മറ്റൊരു വിഷയമായിട്ട് വരാം. അപ്പോൾ അതുവരെ ബൈ.